നിങ്ങൾ ഏതൊരു മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ശരി, നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 5 ശത്രുക്കൾ വരും. ഭഗവാൻ ബുദ്ധൻ ഇതിനെ നീവരണം എന്നാണ് പറയുന്നത്, അതായത് ആവരണം. ഇത് എന്തൊക്കെയാണ്? ഉദാഹരണമായിട്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ധ്യാന വസ്തുവിലാണ് എന്ന് കരുതുക. പെട്ടെന്നാണ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള ചിന്തകൾ വരും. എനിക്ക് എന്തെങ്കിലും ഇന്ദ്രിയ സുഖങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഇതിനെ കാമച്ഛന്തം എന്ന് പറയും. ചിലപ്പോൾ അനിഷ്ടകരമായിട്ടുള്ള ദേഷ്യമായിട്ടുള്ള ചിന്തകൾ വരും, ആരോടെങ്കിലും വെറുപ്പ് വരും. ഇതിനെയാണ് വ്യാപാദം എന്ന് പറയുക. ചില സമയത്ത് നിങ്ങൾക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല, ഇതിനെ ഉദ്ധച്ച കുക്കുച്ചം എന്ന് പറയും. ചില സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആലസ്യം വരും, ശരീരത്തിലും മനസ്സിലും ഭയങ്കര ആലസ്യം, ഉറക്കം തൂങ്ങും. ഇതിനെ ധീനമിഥ എന്ന് പറയും. ചില സമയത്ത് നിങ്ങൾക്ക് സംശയമുണ്ടാകും, പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാകും, അപ്പോൾ നിങ്ങൾ ധ്യാനിക്കില്ല. ഇതിനെ വിചികിച്ഛ എന്ന് പറയും. എന്ത് ചെയ്യണം? ഈ സംഗതികൾ വരുന്ന സമയത്ത് ഉടൻ തന്നെ നിങ്ങൾ അവയെ ഉപേക്ഷിച്ച് നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നിങ്ങൾ ജോലി ചെയ്യണം.